അസ്സലാമു അലൈക്കും. വെൽക്കം ടു ബിന്തി ലൈഫ്. സൂയിങ് മെഷീൻ ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. സൂയിങ് മെഷീൻ ഉള്ളവരുടെ കയ്യിൽ മസ്റ്റായിട്ട് ഉണ്ടാവേണ്ട കുറച്ച് മെറ്റീരിയൽസ്, അതുകൂടാതെ മെഷീൻ എങ്ങനെ ത്രെഡ് ചെയ്യാം, പ്രഷർ ഫൂട്ട് എങ്ങനെ മാറ്റാം എന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തുടർന്നും സപ്പോർട്ട് ചെയ്യാം. ഇനിയുള്ള ഭാഗങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. സൂയിങ് മെഷീൻ്റെ കൂടെ തന്നെ നമുക്ക് മസ്റ്റായിട്ട് വേണ്ട കുറച്ച് മെറ്റീരിയൽസ് ഉണ്ട്. അതിലാദ്യമായിട്ട് ഈ എൽ സ്കെയിൽ, സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലൈൻസ് വരക്കാൻ മാത്രമല്ല, ഈ കൈക്കുഴി പോലെയുള്ള കേർവായിട്ടുള്ള അളവുകളൊക്കെ നമുക്ക് ഈസി ആയിട്ട് വരച്ചെടുക്കാൻ പറ്റുന്ന ഉപയോഗപ്രദമായിട്ടുള്ള സ്കെയിലാണിത്. പിന്നെ നമുക്ക് ആവശ്യമുള്ളതാണ് കത്രിക, നല്ല മൂർച്ചയുള്ള കത്രിക. പിന്നെ ഒരു സൈഡിൽ സെൻറ്റിമീറ്ററും മറ്റേ സൈഡിൽ ഇഞ്ചും ആയിട്ടുള്ള മെഷറിംഗ് ടേപ്പ്, പിന്നെ ത്രെഡ് കട്ടർ, പിന്നെ ഈ നൂല് പൊട്ടിക്കുന്ന സീം റിപ്പർ, പിന്നെ ഷാർപ്പായിട്ടുള്ള ടൈലേഴ്സ് ചോക്ക്, ബോബിനും ആവശ്യത്തിന് നൂലും. പ്രഷർ ഫൂട്ട് ഊരാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ബാക്കിലുള്ള ബ്ലാക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫൂട്ട് അതിൻ്റെ ഹോൾഡറിൽ നിന്നും ഊരി വരും. അപ്പോൾ നിങ്ങൾക്ക് ബട്ടൺ ഹോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ബട്ടൺ ഹോളിൻ്റെ ഫൂട്ട് എടുത്തിട്ട് നിങ്ങൾ ഊരി അതേ ഹോൾഡറിൻ്റെ താഴെ വെച്ച് ലിവർ താത്തി കൊടുക്കുക. അപ്പോൾ ക്ലിക്ക് എന്നൊരു സൗണ്ട് വരും. അപ്പോൾ റീ അറ്റാച്ച്ഡ് ആയിട്ടുണ്ടാവും. നിങ്ങളിത് ചെയ്യുമ്പോൾ സ്വിങ് മെഷീൻ ഓഫ് ആണെന്നുള്ളതും ഉറപ്പ് വരുത്തണം. ഇനി നീഡിൽ മാറ്റണമെങ്കിൽ, ഇപ്പം നീഡിൽ പൊട്ടുകയോ മറ്റോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് മാറ്റാൻ വേണ്ടി സ്വിങ് മെഷീൻ്റെ കൂടെ തന്നെ കിട്ടുന്നൊരു സ്ക്രൂ ഡ്രൈവർ ഉണ്ടാവും. അതുപയോഗിച്ച് ഈ കാണിക്കുന്നത് പോലെ ഉള്ള സ്ക്രൂവിലേക്കൊന്ന് സ്ക്രൂ ഡ്രൈവർ ഇട്ടൊന്ന് ലൂസായി കഴിഞ്ഞാൽ നീഡിൽ ഊരി വരും. അപ്പോൾ നിങ്ങൾ പുതിയ നീഡിലെടുത്ത് തിരിച്ച് ഊരി അതേ ഹോളിലൂടെ തിരിച്ച് വെച്ചിട്ട് സ്ക്രൂ ഡ്രൈവർ കൊണ്ട് ഒന്ന് ടൈറ്റാക്കി കൊടുത്താൽ മതി. പിന്നെ ഈ സൂയിങ് മെഷീൻ്റെ ഇടത് ഭാഗത്ത് കാണുന്ന ഈ ചെറിയ ബ്ലേഡ് സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ ഇടയിൽ നൂല് മുറിക്കാൻ ഉപയോഗിക്കുന്നതാണ്. പിന്നെ ഈ സ്റ്റിച്ചിൻ്റെ ഡയലിൻ്റെ സൈഡിൽ കാണുന്ന ചെറിയ ഹോൾ ഉണ്ടല്ലോ, അവിടെ ഞാൻ നേരത്തെ കാണിച്ചു തന്ന അതേ സ്ക്രൂ ഡ്രൈവർ വെച്ച് തിരിച്ച് കഴിഞ്ഞാൽ ഓരോ സ്റ്റിച്ചിൻ്റെ വിഡ്ത്ത് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാൻ പറ്റും. എൻ്റെ സൂയിങ് മെഷീനിൽ 14 ബേസിക് ആയിട്ടുള്ള സ്റ്റിച്ചാണ് ഉള്ളത്. അപ്പോൾ സിഗ്സാഗും സ്ട്രെയിറ്റ് സ്റ്റിച്ചും മാത്രമേ ഉള്ളൂ. പിന്നെ ഉള്ളത് ബട്ടൺ ഹോൾ സ്റ്റിച്ചാണ്. അത് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. ബട്ടൺ ഹോളും കാര്യങ്ങളൊക്കെ ആയിട്ട് സെപ്പറേറ്റ് ഒരു വീഡിയോ ഇൻഷാല്ലാ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ഞാൻ അതിനെപ്പറ്റി പറഞ്ഞുതരാം. അപ്പോൾ ഇതിലുള്ളത് സിഗ്സാഗിൽ തന്നെ പല ഡിഫറെൻറ്റ് പാറ്റേണും പിന്നെ റെഗുലർ ആയിട്ടുള്ള സ്ട്രെയിറ്റ് സ്റ്റിച്ചുമാണുള്ളത്. പിന്നെ ഈ കാണുന്ന ഡയലിലാണ് നമ്മൾ നൂലിൻ്റെ ടെൻഷൻ കൺട്രോൾ ചെയ്യുന്നത്. നിങ്ങൾ ഏത് മെറ്റീരിയൽ അടിക്കുകയാണെങ്കിലും ഫസ്റ്റ് അതിൻ്റെ ഒരു സാമ്പിൾ ഫാബ്രിക് എടുത്തിട്ട് ടെൻഷൻ കൂട്ടിയും കുറച്ചൊന്ന് അടിച്ച് നോക്കുക. നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും, ചിലപ്പോൾ ചില തുണിയിലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ അടിഭാഗത്ത് നൂല് പിടിക്കാത്തത് പോലെ ഉണ്ടാവും. അത് ടെൻഷൻ കുറഞ്ഞിട്ടാണ്. അതുപോലെ ചില സമയത്ത് അടിക്കുമ്പോൾ തുണി ചുരുങ്ങിയിട്ടുണ്ടാവും, അത് ടെൻഷൻ കൂടിയതുകൊണ്ടാണ്. ഏറ്റവും നല്ലത് ടെൻഷൻ ഡയൽ 3ൻ്റെയും 4ൻ്റെയും ഇടയിൽ വെക്കുന്നതായിരിക്കും. ഇനി നമുക്ക് ബോബിനിൽ എങ്ങനെയാണ് നൂല് വൈൻഡ് ചെയ്യാൻ നോക്കാം. അതിന് ആദ്യം നൂല് ഹോൾഡറിൽ ഇട്ടിട്ട് ഈ ഡിസ്കിൽ ഞാൻ ചെയ്യുന്നത് പോലെ നൂല് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ക്ലിയർ ആയിട്ടുള്ള ഫോട്ടോ ഞാൻ വീഡിയോയിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്യാം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സൂയിങ് മെഷീനിൽ നമുക്ക് കിട്ടുന്ന ബോബിൻ അല്ലെങ്കിൽ അതേപോലെയുള്ള ബോബിൻ മാത്രമേ നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അത് സൂയിങ് മെഷീന് തന്നെ കേടാണ്. അപ്പോൾ നമ്മൾ ഈ ബോബിൻ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലൂടെ ഈ ബോബിനിൽ കാണുന്ന ഹോളിലേക്ക് നൂല് ആദ്യം ഇൻസേർട്ട് ചെയ്ത് കൊടുക്കണം. അത് നമ്മൾ വൈൻഡ് ചെയ്യുന്ന സമയത്ത് നൂല് വിട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഈ ബോബിൻ ഷാഫ്റ്റിലേക്ക് ഇട്ട് ഒന്ന് സ്ലൈഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് വലത്തേക്ക് ബോബിൻ തിരിച്ച് കഴിഞ്ഞൊരു ടിക്ക് എന്നുള്ള സൗണ്ട് കേൾക്കും. അതിനുശേഷം ഫുഡ് കൺട്രോളർ വെച്ചിട്ടൊന്ന് വൈൻഡ് ചെയ്യുക. എന്നിട്ട് നേരത്തെ പിടിച്ച് വെച്ച നൂല് മുറിച്ച് കളഞ്ഞിട്ട് ബാക്കി കൂടി വൈൻഡ് ചെയ്തെടുക്കുക. നമുക്ക് ആവശ്യത്തിനായി കഴിഞ്ഞാൽ നൂല് മുറിച്ച് ബോബിൻ ഊരിയെടുക്കുക. ഇനി മെഷീനിൽ എങ്ങനെയാണ് നൂലിടുക നോക്കാം. ഒരുവിധം എല്ലാ ബിഗിനേഴ്സ് സൂയിങ് മെഷീൻ്റെ മേലെയും നമ്പർ സഹിതം ഗൈഡ് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അത് നിങ്ങൾ ഫോളോ ചെയ്യുക. നൂലിട്ട് വരുന്ന സമയത്ത് ഇതുപോലെ ഒരു ലിവർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ നൂലിടുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വലത്തുനിന്ന് ഇടത്ത് ഭാഗത്തേക്ക് വേണം നൂല് സ്ലൈഡ് ചെയ്യാനായിട്ട്.
പിന്നെ നിങ്ങൾ നൂലിട്ട് വരുന്ന സമയത്ത് സൂചീൻ്റെ മേലെയും ഇതുപോലെ ചെറിയൊരു ഗൈഡ് കാണാൻ പറ്റും. അവിടെ പലർക്കും നൂലിടാൻ മിസ്സാവാറുണ്ട്. അപ്പോൾ അവിടെ പ്രത്യേകം നൂലിടാൻ ശ്രദ്ധിക്കണേ. ഇനി നൂല് സൂചിയിലേക്ക് കോർക്കാം. ഒന്നുകൂടി പെട്ടെന്ന് നൂലിടുന്നത് ഞാൻ കാണിച്ചു തരാം. ഇനി ബോബിൻ എങ്ങനെയാണ് മെഷീനിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്നത് നോക്കാം. ബോബിനിൽ നിന്ന് നൂല് ഇടത്ത് ഭാഗത്തുനിന്ന് വരുന്ന തരത്തിൽ വേണം നമ്മൾ മെഷീനിലേക്ക് വെക്കാനായിട്ട്. അതിനുശേഷം ഈ മെഷീൻ്റെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ചെറിയൊരു മെറ്റലിൻ്റെ ഒരു കട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് കൂടി നൂലിനെ ഇട്ട് കൊടുക്കുക. ഇനി മേലുള്ള നൂല് കൈകൊണ്ട് പിടിച്ചിട്ട് മെഷീൻ്റെ വീല് തിരിച്ചു കൊടുക്കുക. അപ്പോൾ ബോബിനിലെ നൂല് മേലേക്ക് വരുന്നത് കാണാൻ പറ്റും. ഇനി ഒരു സാമ്പിൾ ഫാബ്രിക്കിൽ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കാം. അതിന് ഞാൻ സ്റ്റിച്ച് 9-ലും ടെൻഷൻ 3-ലും ആണ് ഇട്ടിട്ടുള്ളത്. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഞാൻ ആദ്യം കാണിച്ചു തന്ന ത്രെഡ് കട്ടർ കൊണ്ട് 2 ഭാഗത്തുള്ള നൂലൊന്ന് മുറിച്ച് കളയാം. ടെൻഷൻ 3-ലിട്ടപ്പോൾ സ്റ്റിച്ച് കണ്ടില്ലേ, 2 ഭാഗത്തും നല്ല നീറ്റായിട്ടുള്ള സ്റ്റിച്ചാണ് വന്നിട്ടുള്ളത്. ഇനി ടെൻഷൻ 0-ലിട്ടിട്ടും 9-ലിട്ടിട്ടും ഞാനൊന്ന് അടിച്ച് കാണിച്ചു തരാം. ഇതിപ്പോൾ ടെൻഷൻ 0-ലുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നൂല് തീരെ പിടിച്ചിട്ടില്ല, ബാക്കിൽ ലൂസായിട്ട് തന്നെ ഉള്ളത്. ടെൻഷൻ 9-ലിട്ടപ്പോഴാണെങ്കിൽ തുണി ചുരുങ്ങി നിൽക്കുകയാണ്, സ്റ്റിച്ചൊക്കെ ഭയങ്കര ടൈറ്റായിട്ടുള്ളത്. ഇനി മെഷീനിലുള്ള എല്ലാ സ്റ്റിച്ചും ഞാനൊന്ന് കാണിച്ചു തരാം. എൻ്റെ സൂയിങ് മെഷീൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സ് വായിക്കുക. സൂയിങ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസോ ലൈഫ് സ്റ്റൈൽ വീഡിയോസോ കാണാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്നും സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കണ്ടതിന് താങ്ക് യു.